وعلى آله وصحبه أجمعين ومن تبعهم بإحسان إلى يوم الدين. أما بعد، فيا عباد الله، أوصيكم وإياي أولا بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقه قولي. سبحانك لا علم لنا إلا ما علمتنا إنك أنت العليم الحكيم. اللهم رب زدنا علما نافعا. ബഹുമാനമുള്ള വിശ്വാസിനികളെ, അള്ളാഹുവിന്റെ വിധിവിലക്കുകളും അവന്റെ നിയമനിർദ്ദേശങ്ങളും ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും, പ്രത്യേകിച്ചും രഹസ്യ മേഖലകളിൽ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുന്നു, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുന്നു. അല്ലാഹു തആല അവന്റെ ഇഷ്ടദാസന്മാരിൽ നാം ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ അടിമകളെ സ്നേഹിക്കുന്നവനാണ്. അള്ളാഹുവിന്റെ ചില നാമങ്ങളും അവന്റെ വിശേഷണങ്ങളും അതിന് നമുക്ക് അറിയിച്ചു തരുന്നു. അള്ളാഹു അവന്റെ അടിമകളെ സ്നേഹിക്കുന്നു. ഖുർആനിൽ അള്ളാഹു തആല പലയിടങ്ങളിൽ അള്ളാഹു സ്നേഹിക്കുന്ന ചില വിഭാഗക്കാരെ നമുക്ക് പരിചയപ്പെടുത്തി തന്നു. ഇന്നല്ലാഹ യുഹിബ്ബു തവ്വാബീൻ, തൗബ ചെയ്ത് അള്ളാഹുവിലേക്ക് മടങ്ങുന്നവരെ. വയുഹിബ്ബുൽ മുതതഹിരീൻ, മനസ്സിനെയും ശരീരത്തെയും ശുദ്ധീകരിക്കുന്നവരെ അള്ളാഹു സ്നേഹിക്കുന്നു. മറ്റൊരു ഭാഗത്ത് അള്ളാഹു തആല പറഞ്ഞു, അള്ളാഹു മുഹ്സിനീങ്ങളോടൊപ്പമാണ്, അള്ളാഹു സ്വാബിരീങ്ങളോടൊപ്പമാണ്, ക്ഷമിക്കുന്നവരോടൊപ്പമാണ്. അങ്ങനെ ഖുർആനിൽ പലയിടത്ത് അള്ളാഹു തആല അടിമകളെ അവൻ സ്നേഹിക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മോട് സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല, അടിമ അള്ളാഹുവിനെ തിരിച്ച് സ്നേഹിക്കണമെന്ന് അള്ളാഹു തആല കൽപ്പിക്കുകയും ചെയ്തു. അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കൽ ഒരു മുഅ്മിനിന്റെ മേൽ ബാധ്യതയാക്കി, നിർബന്ധ ഘടകമായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സലാസുൻ, മൂന്ന് കാര്യങ്ങൾ, മൻ കുന്ന ഫീഹി, ഈ മൂന്ന് കാര്യങ്ങൾ ആരിലുണ്ടോ, വജദ ബിഹിന്ന ഹലാവത്തൽ ഈമാൻ, ആ മൂന്ന് കാര്യങ്ങളിലൂടെ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ അവന് സാധിക്കും. ഈ മൂന്ന് കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കിയാൽ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കാൻ അവന് സാധിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം ഹക്കായ യാഥാർത്ഥ്യമായ ഒരു കാര്യം നമുക്ക് പഠിപ്പിച്ചു തരാണ്. എന്താണ് ഈ മൂന്ന് കാര്യങ്ങൾ? ഒന്ന്, അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, ഒരു മനുഷ്യന് അവൻ സ്നേഹിക്കുന്നതിൽ വെച്ച് എല്ലാത്തിനേക്കാളും കൂടുതൽ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും സ്നേഹിക്കുക. അൻ യകൂനല്ലാഹു വറസൂലുഹു അഹബ്ബ ഇലൈഹി മിമ്മാ സിവാഹുമാ, അള്ളാഹുവും റസൂലും അല്ലാത്ത എന്തിനേക്കാളും അവൻ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും ആയിരിക്കുക. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൻ യുഹിബ്ബൽ മർഅ ലാ യുഹിബ്ബുഹു ഇല്ലാ ലില്ലാഹ്, ഒരു മനുഷ്യനെ അവൻ സ്നേഹിക്കുന്നു, ആ സ്നേഹം അള്ളാഹുവിന്റെ മാർഗത്തിൽ മാത്രമാണ്. അഥവാ അവൻ സ്നേഹിക്കുന്നത് ദുനിയാവിന്റെ എന്തെങ്കിലും പ്രത്യേക നേട്ടങ്ങൾക്ക് വേണ്ടിയോ അല്ലെങ്കിൽ മറ്റുള്ള വേറെന്തെങ്കിലും കാരണങ്ങൾ കൊണ്ടോ അല്ല. ഒരാളെ സ്നേഹിക്കുന്നുവെങ്കിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള സ്നേഹം, അവൻ അള്ളാഹുവിനെ അനുസരിക്കുന്നവനാണ്. അവന്റെ കൂടെ കൂടുമ്പോൾ അള്ളാഹുവിനെ അനുസരിക്കാൻ എനിക്ക് പ്രചോദനം നൽകുന്നു, അവന്റെ കൂടെ കൂടുമ്പോൾ തെറ്റുകളിൽ നിന്ന് മാറി നിൽക്കാനുള്ള അവസരങ്ങൾ അവൻ ഉണ്ടാക്കി തരുന്നു. അതിന്റെ പേരിൽ ഒരാളെ സ്നേഹിക്കുക. മൂന്നാമത്തത്, കുഫറിലേക്ക് മടങ്ങുന്നതിനെ അവൻ വെറുക്കുക. അയ്യക്റഹ അയ്യഊദ ഇലൽ കുഫർ, കുഫറിലേക്ക് ദീൻ കിട്ടിയതിന് ശേഷം, തൗഹീദ് മനസ്സിലാക്കിയതിന് ശേഷം ശിർക്കിലേക്കും കുഫറിലേക്കും ചെന്നെത്തിപ്പെടുന്നതിനെ അവൻ വെറുക്കണം. ഏതുപോലെ, കമാ യക്റഹു അയ്യുഖ്ദഫ ഫിന്നാർ, തീയിലേക്ക് വലിച്ചെറിയപ്പെടുന്നത് എപ്രകാരം വെറുക്കുന്നുവോ അതുപോലെ വെറുക്കണം. ഈ മൂന്ന് കാര്യങ്ങളുള്ള ഒരാൾ
അവൻ ഈമാനിന്റെ മാധുര്യം ആസ്വദിക്കുമെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മെ പഠിപ്പിച്ചു. അതിൽ ഒന്നാമത്തേത് എന്തിനേക്കാളും അള്ളാഹുവിനെയും റസൂലിനെയും സ്നേഹിക്കുക എന്നുള്ളതാണ്. സൂറത്ത് തൗബയിൽ അള്ളാഹു തആല 8 കാര്യങ്ങളെ എണ്ണിപ്പറഞ്ഞു. എന്നിട്ട് അള്ളാഹു പറഞ്ഞു, ഈ 8 കാര്യങ്ങളെക്കാൾ നിങ്ങൾ അള്ളാഹുവിനെയും റസൂലിനെയും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനെയും സ്നേഹിച്ചിട്ടില്ല എങ്കിൽ അള്ളാഹുവിന്റെ ശിക്ഷയെ നിങ്ങൾ കാത്തിരിക്കുക. അള്ളാഹു തആല പറഞ്ഞു, ഖുൽ നബിയെ, നിങ്ങൾ ഉമ്മത്തിന് പറഞ്ഞു കൊടുക്കണം, ഇൻ കാന ആബാഉക്കും വഅബ്നാഉക്കും വഇഖ്വാനുക്കും വഅസ്വാജുക്കും വഅശീറതുക്കും വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ വതിജാറത്തുൻ തഖ്ശൗന കസാദഹ വമസാകിനു തർദൗനഹ. 8 കാര്യങ്ങൾ. ഒന്ന്, ഖുൽ ഇൻ കാന ആബാഉക്കും, നിങ്ങളുടെ ഉപ്പമാർ, നമ്മെ പോറ്റി പരിപാലിക്കുന്ന നമ്മുടെ ഉപ്പ, വഅബ്നാഉക്കും, നമ്മൾ പരിപാലിക്കുന്ന നമ്മുടെ സന്താനങ്ങൾ, വഇഖ്വാനുക്കും, നിങ്ങളുടെ സഹോദരങ്ങൾ, വഅസ്വാജുക്കും, നിങ്ങളുടെ ഭാര്യമാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഇണകൾ, ഭർത്താക്കന്മാർ, വഅശീറത്തുക്കും, നിങ്ങളുടെ കുടുംബങ്ങൾ, കുടുംബത്തിലുള്ള ബാക്കിയുള്ള ആളുകൾ. നമ്മുടെ കുടുംബത്തിൽപ്പെട്ട ഇത്രയും ആളുകൾ. ശേഷം അല്ലാഹു തആല പറഞ്ഞു, വഅംവാലുൻ ഇഖ്തറഫ്തുമൂഹ, നിങ്ങൾ അധ്വാനിച്ച് സമ്പാദിക്കുന്ന നിങ്ങളുടെ സമ്പത്ത്, വതിജാറത്തുൻ തഖ്ശൗന കസാദഹ, നഷ്ടം വന്നു പോകുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്ന നിങ്ങളുടെ കച്ചവടം, വമസാകിനു തർദൗനഹ, നിങ്ങൾ തൃപ്തിപ്പെടുന്ന നിങ്ങളുടെ വീടുകൾ, ഭവനങ്ങൾ. ഒരു മനുഷ്യന് അവന്റെ സ്നേഹം ഏതൊക്കെ ഭാഗത്തേക്ക് പോകുമോ ആ ഭാഗങ്ങളെല്ലാം അല്ലാഹു തആല ഒരുമിച്ച് കൂട്ടി. അള്ളാഹുവിന് ഇത്രമാത്രം പറഞ്ഞാൽ മതി, അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അതിനെല്ലാത്തതിനെ നിങ്ങൾ സ്നേഹിച്ചാൽ എന്ന് പറയുന്നതിന് പകരം ഒരു മനുഷ്യൻ സ്നേഹിക്കാൻ സാധ്യതയുള്ള എല്ലാത്തിനെയും അള്ളാഹു എണ്ണി പറഞ്ഞു. എന്നിട്ട് അല്ലാഹു തആല പറഞ്ഞു, ഇവയൊക്കെയും അഹബ്ബ ഇലൈക്കും മിനല്ലാഹി വറസൂലിഹി വജിഹാദിൻ ഫീ സബീലിഹി, അള്ളാഹുവിനേക്കാളും അവന്റെ റസൂലിനേക്കാളും അവന്റെ മാർഗത്തിലുള്ള ജിഹാദിനേക്കാളും, അഥവാ സ്വന്തം ജീവിതത്തിൽ ഈ ദീൻ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുക, അതാണ് ഏറ്റവും വലിയ ജിഹാദ്. അതിനേക്കാളും നിങ്ങൾക്ക് പ്രിയങ്കരം ഇവയൊക്കെയാണ് എങ്കിൽ ഫതറബ്ബസു, നിങ്ങൾ കാത്തിരിക്കണം, ഹത്താ യഅതിയല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ ശിക്ഷ നിങ്ങൾക്ക് വന്നെത്തുന്നതിനെ, അള്ളാഹുവിന്റെ കൽപ്പന നിങ്ങൾക്ക് വന്നെത്തുന്നതിനെ നിങ്ങൾ കാത്തിരിക്കണം. ശേഷം അല്ലാഹു തആല പറഞ്ഞു, വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, തെമ്മാടികളായ, തന്നിഷ്ടക്കാരായ, തന്റെ ഇഷ്ടക്കനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകളെ അല്ലാഹു തആല ഹിദായത്തിലാക്കൂല. അഥവാ മേൽപ്പറഞ്ഞ 8 കാര്യങ്ങൾക്ക് അള്ളാഹുവിനേക്കാളും റസൂലിനേക്കാളും അവന്റെ ദീനിനേക്കാളും സ്ഥാനം കൊടുക്കുന്ന ഒരുവനെ അല്ലാഹു തആല വിശേഷിപ്പിച്ചത് അവൻ ഫാസിഖാണ്, തെമ്മാടിയാണ്, തന്നിഷ്ടം പ്രവർത്തിക്കുന്നവനാണ്. അത്തരക്കാർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകൂല. അതുകൊണ്ട് തന്നെ ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ സ്നേഹിക്കേണ്ടത് അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അള്ളാഹുവിന്റെ ദീനിനെയുമാണ്. അത് മുഅ്മിന്റെ ബാധ്യതയാണ്. അത് അല്ലാഹു തആല മുഅ്മിനെ നിർബന്ധമായി ഏൽപ്പിച്ച കാര്യമാണ്. അത് തനിക്ക് താല്പര്യമുണ്ടെങ്കിൽ ചെയ്യാനോ അല്ലെങ്കിൽ തനിക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ചെയ്യാനോ ഉള്ളതല്ല. മുഅ്മിനാണോ, മുഅ്മിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നവനാണോ, അവന് അവന്റെ ദുനിയാവിലോ ആഖിറത്തിലോ അവന് ഏറ്റവും പ്രിയങ്കരമാവേണ്ടത് അള്ളാഹുവും റസൂലും അവന്റെ ദീനുമാണ്. അല്ലാഹു തആല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലാ യുഅ്മിനു അഹദുക്കും, നിങ്ങളിൽ ഒരാൾ മുഅ്മിനാവൂല ഏതുവരെ, ഹത്താ അകൂന അഹബ്ബ ഇലൈഹി മിൻ വാലിദിഹി വവലദിഹി വന്നാസി അജ്മഈൻ, സ്വന്തം ഉപ്പയേക്കാൾ മക്കളെക്കാൾ മറ്റ് ആരെക്കാളും ഏതൊരുവന്റെ ഹൃദയത്തിൽ ഏറ്റവും പ്രിയപ്പെട്ടവൻ ഞാനാകുന്നോ അങ്ങനെയല്ലാതെ ഒരാൾ മുഅ്മിനാവൂല, അഥവാ ഈമാൻ പരിപൂർണമാവൂല. ഒരാളുടെ ഈമാൻ പരിപൂർണമാകണോ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോടുള്ള സ്നേഹം അവന്റെ ഹൃദയത്തിൽ ഏറ്റവും മുൻപന്തിയിൽ ഉണ്ടാവണം. ഒരിക്കലും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ വന്നിട്ട് പറഞ്ഞു, അല്ലാഹുവിന്റെ റസൂലെ, എന്റെ നഫ്സ് കഴിഞ്ഞാൽ, എന്റെ സ്വന്തം ശരീരം കഴിഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം നിങ്ങളോടാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മതിയാവൂല, നിന്റെ നഫ്സിനേക്കാൾ നീ എന്നെ സ്നേഹിക്കണം. നിന്റെ ശരീരത്തിന് പ്രയാസമുണ്ടാകുന്നതിനേക്കാൾ ബുദ്ധിമുട്ട് എനിക്ക് പ്രയാസമുണ്ടാകുന്നത് എനിക്കുണ്ടാവണം. സ്വന്തം ശരീരത്തെക്കാളും സ്വന്തം മനസ്സിനേക്കാളും അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കണം. അല്ലാഹു തആല ഖുർആനിൽ നമ്മെ പഠിപ്പിച്ചതാണ്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, മുഅ്മിനീങ്ങളുടെ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ അവരെക്കാൾ അധികാരമുള്ളത് ആർക്കാണ്?
റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് നമ്മൾ അംഗീകരിച്ചു കൊടുക്കണം. അത് അംഗീകരിച്ചു കൊടുക്കാതെ മുഹമ്മദ് റസൂലുള്ളയിലുള്ള ഷഹാദത്ത് നമുക്ക് പൂർത്തിയാകൂല, അല്ലെ? മുഹമ്മദ് റസൂലുള്ളയിലുള്ള ഷഹാദത്ത് പൂർത്തിയാവാൻ 4 കാര്യങ്ങൾ നിർബന്ധമാണ്, അഭിവാജ്യ ഘടകങ്ങളാണ്. എന്തൊക്കെയാണത്? ഒന്ന്, ത്വാഅതുഹു ഫീമാ അമർ, അള്ളാഹുവിന്റെ റസൂൽ കൽപ്പിച്ച കാര്യം അത് അനുസരിക്കൽ മുഅ്മിനിന്റെ ബാധ്യതയാണ്. അതില്ലാതെ ഷഹാദത്ത് പൂർത്തിയാവൂല. വജ്തിനാബു മാ നഹാ അൻഹു വസജർ, അള്ളാഹുവിന്റെ റസൂല് വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കുക. അതില്ലാതെ ഒരാളുടെ ഷഹാദത്ത് പൂർത്തിയാകൂല. തസ്ദീഖുഹു ഫീമാ അഖ്ബർ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു തന്ന കാര്യങ്ങൾ, കഴിഞ്ഞുപോയതും വരാനിരിക്കുന്നതും റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതത്തിൽ നടന്നതുമായ സംഭവങ്ങൾ അവിടെ നിന്ന് അറിയിച്ചു തന്നതായി സ്വഹീഹായി സ്ഥിരപ്പെട്ട് കഴിഞ്ഞാൽ അത് അംഗീകരിക്കുക, സത്യപ്പെടുത്തുക. അതില്ലാതെ ഷഹാദത്ത് പൂർത്തിയാവൂല. 4-മത്, വഅല്ലാ യുഅബദല്ലാഹു ഇല്ലാ ബിമാ ശറഅ, ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കാണിച്ചു തന്നതുപോലെ അല്ലാതെ അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യാതിരിക്കുക. ഈ 4 കാര്യങ്ങൾ പൂർത്തിയാകുമ്പോഴാണ് ഒരാളുടെ ഷഹാദത്ത് അന്ന മുഹമ്മദ് റസൂലുള്ളാഹി പൂർത്തിയാകുന്നത്. ഒന്ന്, അവിടെ നിന്ന് അറിയിച്ചു തന്ന കാര്യങ്ങൾ അംഗീകരിക്കണം, സത്യപ്പെടുത്തണം. അവിടെ നിന്ന് കൽപ്പിച്ച കാര്യങ്ങൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. അവിടെ നിന്ന് വിലക്കിയ കാര്യങ്ങൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കണം. അവിടെ നിന്ന് കാണിച്ചു തന്ന രീതിയിൽ മാത്രം അള്ളാഹുവിലുള്ള ഇബാദത്തുകൾ ചെയ്യണം. എങ്കിലാണ് ഒരാളുടെ ഷഹാദത്ത് പൂർത്തിയാകുന്നത്. അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ റസൂലിന് നമ്മുടെ ജീവിതത്തിൽ വലിയ സ്വാധീനമുണ്ട്, അധികാരമുണ്ട്. അള്ളാഹു തആല പറഞ്ഞു, ഫലാ വറബ്ബിക്, നബിയെ അള്ളാഹുവാണ് സത്യം, അള്ളാഹുവാണ് സത്യം. ലാ യുഅ്മിനൂന, ഒരാളും തന്നെ മുഅ്മിനാവൂല എപ്പോഴല്ലാതെ ഹത്താ യുഹക്കിമൂക ഫീമാ ശജറ ബൈനഹും, അവർക്കിടയിലുള്ള പ്രശ്നങ്ങളിൽ, അവർക്കിടയിൽ തീരുമാനമെടുക്കേണ്ട കാര്യങ്ങളിലൊക്കെയും തീരുമാനമെടുക്കേണ്ടത് നബിയെ നിങ്ങളാകണം. നിങ്ങളെ വിധികർത്താവായി അവർ സ്വീകരിക്കണം. അവരുടെ ദൈനംദിന ജീവിതത്തിലുള്ള ഓരോ കാര്യത്തിലും വിധികർത്താവായി നിങ്ങളെ സ്വീകരിക്കണം. എന്നിട്ടോ സുമ്മ ലാ യജിദു ഫീ അൻഫുസിഹിം ഹറജൻ മിമ്മാ ഖദൈത്, നബിയെ നിങ്ങൾ തീരുമാനിച്ച തീരുമാനത്തിൽ അവരുടെ ഹൃദയത്തിൽ വെറുപ്പുണ്ടാകാൻ പാടില്ല, അവരുടെ ഹൃദയത്തിൽ അതിനോടൊരു എതിർപ്പുണ്ടാവാൻ പാടില്ല, ഒരു ചൊറിച്ചിലുണ്ടാവാൻ പാടില്ല. മാത്രമല്ല, ചൊറിച്ചിലുണ്ടാവാൻ പാടില്ല എന്ന് മാത്രമല്ല, വയുസല്ലിമു തസ്ലീമ, ആ തീരുമാനത്തിന് അവർ സ്വന്തത്തെ കീഴൊതുങ്ങുകയും വേണം, അവർ സ്വന്തത്തെ കീഴ്പ്പെടുത്തുകയും വേണം. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പന, അള്ളാഹുവിന്റെ റസൂലിന്റെ തീരുമാനം, അള്ളാഹുവിന്റെ റസൂലിന്റെ വിലക്ക്, ഇതൊക്കെയും ജീവിതത്തിൽ നാം കണ്ടുമുട്ടുന്ന സന്ദർഭത്തിൽ അതിനോട് മനസ്സിൽ എതിർപ്പുണ്ടാവാൻ പാടില്ല. അതിനെ സംതൃപ്തിയോടെ സ്വീകരിക്കുകയും അതിനുവേണ്ടി ശരീരത്തെയും മനസ്സിനെയും കീഴ്പ്പെടുത്തുകയും വേണം. അഥവാ അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണം. അപ്പോഴാണ് ഒരാളുടെ മനസ്സിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് പൂർത്തിയാകുന്നത്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള ഹുബ്ബ് അത് നമുക്ക് കാണിക്കാൻ 2 മാർഗങ്ങളാണ് അള്ളാഹുവും റസൂൽ നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം കാണിക്കാൻ നമുക്ക് 2 മാർഗങ്ങളാണ്. ഒന്ന്, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുക. 2, അള്ളാഹുവിന്റെ റസൂലിനെ അനുധാവനം ചെയ്യുക, അനുകരിക്കുക. 2 കാര്യങ്ങൾ, അനുസരണം, അനുകരണം. ഈ 2 കാര്യങ്ങൾ എപ്പോഴാണോ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ പൂർത്തിയാകുന്നത്, അപ്പോഴാണ് അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം പൂർത്തിയാകുന്നത്. ഒന്നാമതായി അനുസരണം. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, കുല്ലു ഉമ്മത്തി യദ്ഖുലൂനൽ ജന്ന, എന്റെ ഉമ്മത്തിൽ എല്ലാവരും സ്വർഗത്തിൽ പ്രവേശിക്കും, ഇല്ലാ മൻ അബാ, വിസമ്മതിച്ചവരൊഴികെ, അഥവാ സ്വർഗത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ലാതെ മാറി നിന്നവരൊഴികെ. സഹാബത്ത് ചോദിച്ചു, മൻ യഅബാ യാ റസൂലല്ലാഹ്, അള്ളാഹുവിന്റെ റസൂലെ സ്വർഗത്തിൽ പ്രവേശിക്കാൻ താല്പര്യമില്ലാതെ മാറി നിൽക്കുന്ന ആരാ ഉള്ളത്? അതിനാഗ്രഹമില്ലാത്ത ആരാ ഉള്ളത്? സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിക്കുന്ന ആരാ ഉള്ളത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അത്വാഅനി ദഖലൽ ജന്ന വമൻ അസാനി ഫഖദ് അബാ, ആരാണോ എന്നെ അനുസരിക്കുന്നത്, എന്റെ കൽപ്പനകൾ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് ആരാണോ അവൻ ദഖലൽ ജന്ന, അവൻ സ്വർഗത്തിൽ പ്രവേശിച്ചു. വമൻ അസാനി, എന്റെ കൽപ്പനകളെ ധിക്കരിക്കുന്നത് ആരാണോ ഫഖദ് അബാ, അവനാണ് സ്വർഗത്തിൽ പ്രവേശിക്കാൻ വിസമ്മതിച്ചവൻ. ഖുർആനിൽ പലയിടങ്ങളിലായി അല്ലാഹു തആല വീണ്ടും വീണ്ടും ആവർത്തിച്ച് മുഅ്മിനീങ്ങളെ ഉണർത്തി അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ. അല്ലാഹു തആല പറഞ്ഞു, മൻ യുതിഇല്ലാഹ വറസൂലഹു, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കുന്ന പക്ഷം അവൻ ഇന്നതാണ്.
അള്ളാഹു മറ്റൊരിടത്ത് അള്ളാഹു തആല കൽപ്പിച്ചു അത്തിഉല്ലാഹ വറസൂല ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾ അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിക്കൂ, ലഅല്ലക്കും തുർഹമൂൻ, നിങ്ങൾക്ക് കാരുണ്യം ലഭിച്ചേക്കാം, അള്ളാഹുവിന്റെ കാരുണ്യത്തിന് നിങ്ങൾ അർഹരാകും. മറ്റൊരിടത്ത് അള്ളാഹു പറഞ്ഞു മയ്യുത്തിഇർ റസൂല ഫഖദ് അതാഅ അല്ലാഹ്, ആരാണോ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നത് അവൻ അള്ളാഹുവിനെ അനുസരിച്ചവനാണ്. അഥവാ അള്ളാഹുവിന്റെ അനുസരണ പൂർത്തിയാകുന്നത് അള്ളാഹുവിന്റെ റസൂലിനോടുള്ള അനുസരണ പൂർത്തിയാകുമ്പോഴാണ്. മഹാനായ ഇബ്നു കസീർ റഹ്മത്തുള്ളാഹി അലൈഹി ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് പറഞ്ഞു, അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കുന്നതിലൂടെ അള്ളാഹുവിനോടുള്ള അനുസരണ പൂർത്തിയാകുന്നത് എപ്പോഴാണ്? കാരണം അള്ളാഹു തആല വഹ്യ് നൽകിയതല്ലാതെ ആ റസൂൽ ഒന്നും മിണ്ടുന്നില്ല. വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹ്യുൻ യൂഹാ. അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ നിരോധനങ്ങളൊക്കെയും അത് വഹ്യാണ്. വമാ യൻതിഖു അനിൽ ഹവാ, തന്നിഷ്ടപ്രകാരം സ്വന്തം ഇച്ഛക്കനുസരിച്ച് ഒരു കാര്യം പോലും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ദീനിന്റെ വിഷയത്തിൽ സംസാരിച്ചിട്ടില്ല. എന്തൊക്കെ കൽപ്പനയുണ്ടോ അത് അള്ളാഹുവിന്റെ കൽപ്പനയാണ്, എന്തൊക്കെ വിലക്കുകളുണ്ടോ അത് അള്ളാഹുവിന്റെ വിലക്കുകളാണ്. അതുകൊണ്ടാണ് അള്ളാഹു തആല പറഞ്ഞത് വമാ ആതാകുമുർ റസൂലു ഫഖുദൂഹു, അള്ളാഹുവിന്റെ റസൂൽ നിങ്ങൾക്ക് കൊണ്ടുവന്ന കാര്യങ്ങളെ ഫഖുദൂ, നിങ്ങൾ അതിനെ മുറുകെ പിടിക്കണം. വമാ നഹാകും അൻഹു ഫൻതഹു, അള്ളാഹുവിന്റെ റസൂൽ വിലക്കിയ കാര്യങ്ങൾ നിങ്ങൾ അതിന്റെ ജീവിതത്തിൽ നിന്നും പാടെ ഒഴിവാക്കണം. നമ്മുടെ ജീവിതത്തിൽ അള്ളാഹുവിന്റെ റസൂലിനോടുള്ള സ്നേഹം നമുക്കുണ്ടോ എന്ന് പരിശോധിക്കാൻ ആദ്യമായി നമ്മൾ പരിശോധിക്കേണ്ടത് അവിടുത്തെ കൽപ്പനകൾ അനുസരിക്കാൻ നമ്മൾ തയ്യാറായിട്ടുണ്ടോ. നമ്മുടെ അഖീദയുടെ വിഷയത്തിൽ, നമ്മുടെ വിശ്വാസ കാര്യങ്ങളിൽ അള്ളാഹുവിന്റെ റസൂല് കാണിച്ചു തന്നതും കൽപ്പിച്ചതുമാണോ നമ്മൾ വിശ്വസിക്കുന്നത്? അവിടുത്തെ കൽപ്പനകളാണോ എന്റെ വിശ്വാസ കാര്യങ്ങളിൽ ഞാൻ പിൻപറ്റുന്നത് എന്ന് നാം പരിശോധിക്കണം. അള്ളാഹുവിനോട് മാത്രം ഇബാദത്ത് ചെയ്യണമെന്ന് കൽപ്പിക്കാൻ വേണ്ടി വന്ന റസൂലിന്റെ കൽപ്പനയാണോ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത് എന്ന് നാം പരിശോധിക്കണം. അള്ളാഹുവിന്റെ റസൂലിനെ സ്നേഹിക്കുന്നു, ആ റസൂലാണ് എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടതെന്ന് പറയുന്ന മനുഷ്യൻ അവന്റെ വിശ്വാസ കാര്യങ്ങൾ പരിശോധിക്കണം. ആ റസൂലിന്റെ വിശ്വാസ കാര്യങ്ങളാണോ ഞാൻ എന്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുന്നത്? ആ റസൂൽ സ്വീകരിച്ച നിലപാടുകളാണോ ഞാൻ എന്റെ ജീവിതത്തിൽ നിലപാടായി സ്വീകരിക്കുന്നത് എന്ന് പരിശോധിക്കണം. എങ്കിലാണ് അയാളുടെ വിശ്വാസം, അയാളുടെ സ്നേഹം എത്രത്തോളം ഉണ്ടെന്ന് അളക്കാൻ നമുക്ക് സാധിക്കുന്നത്. രണ്ടാമത്തെ കാര്യം അത് ഇത്തിബാഅൻ, റസൂലിനെ അനുകരിക്കലാണ്. അല്ലാഹു തആല പറഞ്ഞു, ഖുൽ, നബിയെ പറഞ്ഞു കൊടുക്ക്, ഇൻ കുൻതും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അല്ലാഹുവിനെ സ്നേഹിക്കുന്നുവെങ്കിൽ നബിയെ നിങ്ങൾ അവർക്ക് പറഞ്ഞു കൊടുക്കണം, ഫത്തബിഊനി, നിങ്ങൾ എന്നെ പിൻപറ്റണം, നിങ്ങൾ എന്നെ അനുകരിക്കണം, എങ്കിൽ യുഹ്ബിബുകുമുല്ലാഹ്, അല്ലാഹു നിങ്ങളെ സ്നേഹിക്കുന്നതാണ്. സലഫുകൾ പറയാറുണ്ട്, മുൻഗാമികൾ പറയാറുണ്ട്, ലൈസ ശഅ്നു അൻ തുഹിബ്ബ്, നീ സ്നേഹിക്കുന്നു എന്ന് പറയുന്നതല്ല കാര്യം, മറിച്ച് വലാകിന്ന ശഅ്ന അൻ തുഹബ്ബ്, അല്ലാഹു നിന്നെ സ്നേഹിക്കണം, അള്ളാഹുവിന്റെ റസൂലിന്റെ ഈ സ്നേഹം നിന്നിൽ ഉണ്ടാവണം. അത് ഏത് പ്രകാരമായിരിക്കും? അള്ളാഹു തആല നമുക്ക് കൽപ്പിച്ചു തന്നു, അതിന്റെ മാർഗം കാണിച്ചു തന്നു, ഫത്തബിഊനി, അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിക്കുന്നതിലൂടെ. ജീവിതത്തിന്റെ ഏത് മാർഗത്തിലായാലും ഏത് രീതിയിലാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിക്കാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ എങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിക്കും. നമ്മുടെ ശരീരത്തിന്റെ കാര്യങ്ങളിൽ, നമ്മുടെ വസ്ത്രവിധാനങ്ങളിൽ, നമ്മുടെ ഭാര്യമാരുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ പെൺമക്കളുടെ വസ്ത്രത്തിന്റെ കാര്യത്തിൽ, നമ്മുടെ മറ്റുള്ള നമ്മുടെ നാട്ടിൽ നടക്കുന്ന പരിപാടികൾ, പ്രോഗ്രാമുകൾ, ഏതിന്റെ വിഷയത്തിലാണെങ്കിലും അള്ളാഹുവിന്റെ റസൂലിനെ അനുകരിക്കാൻ നമുക്ക് സാധിച്ചോ എങ്കിൽ അള്ളാഹുവിന്റെ സ്നേഹം കരസ്ഥമാക്കാൻ നമുക്ക് സാധിച്ചു. നമുക്ക് അള്ളാഹുവിനോട് റസൂലിനോടുമുള്ള സ്നേഹം യാഥാർത്ഥ്യമാണെന്ന് അള്ളാഹുവിന് തെളിയിച്ചു കൊടുക്കാൻ നമുക്ക് സാധിച്ചു. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം കൽപ്പിക്കുന്ന ഒരു കൽപ്പന, ഖാലിഫുൽ യഹൂദ വൻ നസാറ, നിങ്ങൾ യഹൂദി നസാറാക്കളോട് എതിരാവണം. വഅഫുൽ ലിഹാ, നിങ്ങൾ താടിയെ നീട്ടി വളർത്തണം. വഅഖ്ഫുശ് ശവാരിബ്, നിങ്ങൾ മീശയെ ചെറുതാക്കി വെട്ടിച്ചുരുക്കണം. മറ്റൊരു ഹദീസ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്ന, നമ്മിൽപ്പെട്ടവനല്ല, അഥവാ മില്ലത്തിൽപ്പെട്ടവനല്ല എന്നല്ല, പൂർണ്ണമായി ഇസ്ലാം ഈമാൻ പൂർത്തിയായവനല്ല. ആര്? മല്ലം യഖുദ് മിൻ ശാരിബിഹി, അവന്റെ മീശ എടുക്കാത്തവൻ, മീശ ചുരുക്കാത്തവൻ. നമ്മുടെ ജീവിതത്തിൽ നാം സ്ഥിരം കണ്ടുകൊണ്ടിരിക്കുന്ന, നാം സ്ഥിരം ഇടപഴകുന്ന ചില വിഷയങ്ങൾ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൂന്നാളുകൾ ലാ യുകല്ലിമുഹുമുല്ലാഹ്, അവരെ അല്ലാഹു തആല അവരോട് സംസാരിക്കൂല. വലാ യൻദുറു ഇലൈഹിം, അല്ലാഹു അവരെ തിരിഞ്ഞു നോക്കൂല. വലാ യുസക്കിഹിം, അവരെ അല്ലാഹു സംസ്കരിച്ചെടുക്കൂല. എപ്പോ? യൗമൽ ഖിയാമ, അന്ത്യദിനത്തിൽ അല്ലാഹു നോക്കാത്ത, സംസാരിക്കാത്ത, സംസ്കരിച്ചെടുക്കാത്ത ഒരു 3 കൂട്ടം ആളുകൾ. അതിലൊരു കൂട്ടം ആളുകളെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അൽ മുസ്ബിലു ഇസാറഹു, തന്റെ താഴത്തെ മുണ്ട് നിര്യാണിക്ക് താഴെ വലിച്ചിഴക്കുന്നവൻ. മറ്റൊരു ഹദീസിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ അസ്ഫല മിനൽ കഅബൈനി ഫഫിന്നാർ,
ഒരാൾ നിര്യാണിക്ക് താഴെ പോയ വസ്ത്രങ്ങൾ അത് നരകത്തിലാണ്. വളരെ വ്യക്തമായ ഹദീസുകൾ, വളരെ ഗൗരവമായ ഹദീസുകൾ. ഒരിക്കൽ ഷെയ്ഖ് അബ്ദുൾ റസാഖ് ഹഫ്ളഹുല്ലാ ഇന്ന് മദീനയിൽ ജീവിച്ചിരിക്കുന്ന പണ്ഡിതനാണ്. അദ്ദേഹം പറയുന്നു, അദ്ദേഹം സ്കൂളിൽ പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്ന കാലം, ഒരുപാട് വർഷം മുമ്പ്, ഒരു ചെറിയ കുട്ടി അവന്റെ കമീസ് നിര്യാണിക്ക് താഴെ പോയതായിട്ട് അദ്ദേഹം കണ്ടു. അദ്ദേഹം ചോദിച്ചു, മോനെ, ഞാൻ നിനക്കൊരു ഹദീസ് പറഞ്ഞു തരാം. ആ ഹദീസ് നീ ജീവിതത്തിൽ കേട്ടിരിക്കാൻ സാധ്യതയില്ല. ജീവിതത്തിൽ നീ ആ ഹദീസ് കേട്ടിരിക്കാൻ സാധ്യതയില്ല. കാരണം ആ ഹദീസ് നീ കേട്ടിരുന്നുവെങ്കിൽ നിന്റെ വസ്ത്രം ഇങ്ങനെ നിലത്ത് വലിച്ചഴക്കുന്ന അവസ്ഥയിലേക്ക് ഉണ്ടാവൂല. ആ മോൻ ചോദിച്ചു, അത് ഏത് ഹദീസാണ് നബി, ഏത് ഹദീസാണ് ഷെയ്ഖെ? അദ്ദേഹം പറഞ്ഞു കൊടുത്തു, മാ അസ്ഫല മിനൽ കഅബൈൻ ഫിന്നാർ എന്ന ഹദീസ് ഞാൻ ആ മകന് പറഞ്ഞു കൊടുത്തു. വേറൊന്നും ഞാൻ അവന് പറഞ്ഞു കൊടുത്തില്ല. രണ്ടാമത്തെ ദിവസം ഞാൻ സ്കൂളിലേക്ക് ചെന്ന സമയം ആ മോന്റെ വസ്ത്രം നിര്യാണിക്ക് താഴെയില്ല. കാരണം അത് ശുദ്ധ പ്രകൃതിയാണ്. ഉപദേശങ്ങൾ സ്വീകരിക്കാനുള്ള മാനസികാവസ്ഥ ആ ശുദ്ധ പ്രകൃതിയിലുണ്ട്. പക്ഷേ മനുഷ്യന്റെ ഹൃദയം കടുത്തുപോകും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖസ്വത്തുൽ ഖൽബ്, ഹൃദയം കടുത്തു പോകുന്നതിനെ പറ്റി നമുക്ക് താക്കീത് നൽകിയിട്ടുണ്ട്. എങ്ങനെയാണ് ഹൃദയം കടുത്തു പോകുന്നത്? ആ കടുത്തു പോയി കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ കൽപ്പനകൾ അനുസരിക്കാനോ അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകളെ അത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കാനോ ആ മനസ്സിന് സാധിക്കൂല. മുമ്പ് കഴിഞ്ഞു പോയ ആളുകളെ പറ്റി, ബനു ഇസ്രായേലിനെ പറ്റി അള്ളാഹു തആല ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തന്നു. അലം യഅ്നി ലില്ലദീന ആമനു, വിശ്വാസികൾക്ക് സമയമായിട്ടില്ലേ, അൻ തഖ്ശഅ ഖുലൂബുഹും ലിദിക്രില്ലാ, അവരുടെ ഹൃദയങ്ങൾ അള്ളാഹുവിന്റെ ദിക്റിന് വേണ്ടി കീഴൊതുങ്ങാൻ, അതിലേക്ക് ഖുശൂഅോടെ ഭയഭക്തിയോടെ മടങ്ങാൻ വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമയമായിട്ടില്ലേ? അതേപോലെ വലാ യകൂനു കല്ലദീന ഊതുൽ കിതാബ മിൻ ഖബൽ, മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയങ്ങളെ പോലെ ആവാതിരിക്കാനും വിശ്വാസികളുടെ ഹൃദയങ്ങൾക്ക് സമയമായില്ലേ? എന്താണ് മുമ്പ് വേദഗ്രന്ഥം നൽകപ്പെട്ട ആളുകളുടെ ഹൃദയത്തിന്റെ അവസ്ഥ? അല്ലാഹു തആല പറഞ്ഞു, അവർക്ക് ഗ്രന്ഥങ്ങൾ നൽകപ്പെട്ടു. ഫതാല അലൈഹിമുൽ അമദ്, ഒരുപാട് കാലം കഴിഞ്ഞു, വേദഗ്രന്ഥം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ അവർക്ക് സാധിക്കാതെ പോയി. അള്ളാഹുവിന്റെയും അവരിലേക്ക് അയക്കപ്പെട്ട പ്രവാചകന്റെയും കൽപ്പനകൾ അവർക്ക് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ സാധിക്കാതെയായി. ഫഖസത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. ആ കടുത്ത ഹൃദയത്തിലേക്ക് പിന്നെ ഉപദേശങ്ങൾ ഏൽക്കൂല, പിന്നെ അള്ളാഹുവിന്റെ കൽപ്പന ഏൽക്കൂല, അള്ളാഹുവിന്റെ റസൂലിന്റെ ചര്യകൾ പറഞ്ഞു കൊടുത്താൽ അത് ജീവിതത്തിൽ അത് സ്വീകരിക്കാൻ ആ മനസ്സിന് സാധിക്കൂല. ഹൃദയം കടുത്തുപോയി. അള്ളാഹു തആല പറഞ്ഞു, സുമ്മ ഖസത് ഖുലൂബുക്കും സുമ്മ ഖസത് ഖുലൂബുഹും മിൻ ബഅദി ദാലിക്, ആ ഗ്രന്ഥം നൽകപ്പെട്ടതിന് ശേഷം അവരുടെ ഹൃദയങ്ങൾ കടുത്തുപോയി. എന്നിട്ടോ അത് ഫഹിയ കൽ ഹിജാറ, കല്ല് പോലെ ആയിത്തീരും. ഔ അശദ്ദു ഖസ്വ, അല്ലെങ്കിൽ ആ കല്ലിനേക്കാൾ കടുപ്പമുള്ള ഹൃദയമായി തീരും. ഉപദേശങ്ങൾ സ്വീകരിക്കാൻ സാധിക്കാത്ത, ദീൻ അനുസരിക്കാൻ സാധിക്കാത്ത കടുപ്പമുള്ള ഹൃദയമായി തീരും. പക്ഷെ മുഅ്മിനീങ്ങളുടെ ഹൃദയം അങ്ങനെയല്ല. മുഅ്മിനീങ്ങളുടെ ഹൃദയത്തെ പറ്റി അല്ലാഹു തആല പറഞ്ഞത്, ഇന്നമൽ മുഅ്മിനൂന അല്ലദീന ഇദാ ദുക്കിറല്ലാഹ് വജിലത് ഖുലൂബുഹും, അവരുടെ ഹൃദയങ്ങൾ പേടിക്കും, ബേജാറിലാവും, അവരുടെ ഹൃദയങ്ങൾ വിറച്ചു പോകും. എപ്പോ? ഇദാ ദുക്കിറല്ലാഹ്, അള്ളാഹുവിനെ പറ്റി പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ ദീനിനെ പറ്റി പറയപ്പെട്ടാൽ, അള്ളാഹുവിന്റെ കൽപ്പനകളെ, റസൂലിന്റെ കൽപ്പനകളെ, റസൂലിന്റെ സുന്നത്തിനെ, ഇതൊക്കെ പറയപ്പെടുമ്പോൾ ഹൃദയത്തിന് വേവലാതി ഉണ്ടാകും. അതനുസരിക്കാൻ സാധിക്കൂലേ? അത് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ സാധിക്കൂലേ? അങ്ങനെയുള്ള ബേജാറുള്ള ഹൃദയമായിരിക്കും ആരുടേത്? മുഅ്മിനീങ്ങളുടേത്. അല്ലാത്തവരുടേത് സുമ്മ ഖസത് ഖുലൂബുഹും, കടുത്തുപോയ ഹൃദയമായി തീരും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരു അടിമ ഒരു പാപം ചെയ്താൽ അവന്റെ ഹൃദയത്തിൽ ഒരു കറുത്ത പുള്ളി വീഴും. പാപങ്ങൾ അധികരിക്കും തോറും ഈ പുള്ളികൾ അധികരിച്ചുകൊണ്ടേയിരിക്കും. അങ്ങനെ ഹൃദയം കറുത്ത് കരിവാളിച്ച് കറപിടിച്ചതാകും. എന്നിട്ട് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അതാണ് സൂറത്തുൽ മുത്തഫിഫീൻ അല്ലാഹു തആല പറഞ്ഞ കല്ലാ ബൽ റാന അലാ ഖുലൂബിഹിം മാ കാനൂ യക്സിബൂൻ, അവർ ചെയ്തു വെച്ച കാര്യങ്ങൾ, അവരുടെ ചെയ്തികൾ, പ്രവർത്തികൾ, അത് കാരണം അവരുടെ ഹൃദയങ്ങൾ കറപിടിച്ചു പോയി എന്ന് പറഞ്ഞ ആ ഹൃദയം അതാണ് എന്ന് അല്ലാഹു തആല നമുക്ക് ഖുർആനിൽ പഠിപ്പിച്ചത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനെ വിശദീകരിച്ചു കൊടുത്തു. സ്വഹാബത്ത് ഏതാണ്? സ്വഹാബത്ത് അള്ളാഹുവിന്റെ ഓരോ കൽപ്പന, റസൂലിന്റെ ഓരോ കൽപ്പന വരുമ്പോഴും അതനുസരിക്കാൻ വേണ്ടി അവരിങ്ങനെ സ്വന്തം ജീവിതത്തിൽ അവരിങ്ങനെ കാത്തിരിക്കുകയാണ് ഒരു കൽപ്പന ഉണ്ടാവാൻ, അള്ളാഹുവിന്റെ റസൂലിന്റെ ഒരു സുന്നത്ത് പഠിക്കാൻ, അള്ളാഹുവിന്റെ റസൂൽ ഒന്ന് കാണിച്ചു കൊടുക്കാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നമ്മൾ ഒന്നും അറിയാത്തൊരു ഖൗമായിരുന്നു. അങ്ങനെയുള്ള സമയത്താണ് അല്ലാഹു തആല ഈ പ്രവാചകനെ നമുക്ക് നിയോഗിച്ചത്. കുന്നാ നഫ്അലു കമാ നറാഹു യഫ്അൽ, ആ റസൂൽ എന്താണോ ചെയ്തത് അത് അങ്ങനെ തന്നെ നമ്മൾ ചെയ്യുമായിരുന്നു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിസ്കാരത്തിന്റെ കാര്യത്തിൽ പഠിപ്പിച്ചു, സ്വല്ലു
കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് കാണുന്ന പോലെ നിങ്ങൾ നിസ്കരിക്കണം. ഹജ്ജിന്റെ കാര്യങ്ങൾ അവസാന വർഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് ചെയ്യുന്നത്. ആ ഹജ്ജിന്റെ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വഹാബത്തിനോട് പറഞ്ഞു, കൂടെയുള്ളവരോട് പറഞ്ഞു, ഖുദു അന്നി മനാസിക്കക്കും, നിങ്ങളുടെ മനാസിക്കുകൾ, ഹജ്ജ് കർമ്മങ്ങൾ നിങ്ങൾ എന്നെ കണ്ടു പഠിക്കൂ. കാരണം ലഅല്ലി ലാ അൽഖാക്കും ബഅദ ആമി ഹാദാ, ഈ വർഷം കഴിഞ്ഞാൽ ചിലപ്പോൾ ഞാൻ നിങ്ങളെ കണ്ടുമുട്ടിക്കൊള്ളണമെന്നില്ല. അതുകൊണ്ട് നിങ്ങൾ എന്റെ കർമ്മങ്ങൾ നിങ്ങൾ കണ്ടുപഠിക്കൂ, ഓരോ കാര്യങ്ങളും. അല്ലാഹു തആല പറഞ്ഞു, അല്ലാഹു തആല ഈ പ്രവാചകരെ നിയോഗിച്ചത് ഒരു വലിയ മിന്നത്തായി, അനുഗ്രഹമായി നമ്മോട് എടുത്തു പറയാൻ. ലഖദ് മന്നല്ലാഹ്, അല്ലാഹു തആല അനുഗ്രഹം ചെയ്തിരിക്കുന്നു അലൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക്. എപ്പോൾ? ഇദ് ബഅത ഫീഹിം റസൂലൻ മിൻ അൻഫുസിഹിം, അവർക്ക് വേദഗ്രന്ഥം ഓതിക്കൊടുക്കാൻ, അവരെ അവരുടെ ജീവിതത്തിൽ പാലിക്കേണ്ട കാര്യങ്ങൾ പഠിപ്പിച്ചു കൊടുക്കാൻ, അവർക്ക് ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കേണ്ട കാര്യങ്ങൾ വിലക്കാൻ അവരിലേക്ക് ഒരു പ്രവാചകനെ അയച്ചു എന്നത് അല്ലാഹു തആല ഈ സമൂഹത്തോട്, ഈ ഉമ്മത്തിനോട് ചെയ്ത വലിയ അനുഗ്രഹമായി അല്ലാഹു തആല എടുത്തു പറഞ്ഞു. ആ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സ്വർഗത്തിലേക്ക് അടുപ്പിക്കുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമ്മെ പഠിപ്പിച്ചു. നരകത്തിൽ നിന്ന് അകറ്റുന്ന ഏത് കാര്യങ്ങളുണ്ടോ അതൊക്കെയും നമ്മെ പഠിപ്പിച്ചു. നരകത്തിലേക്ക് അടുപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കി. അങ്ങനെ ഈ ഉമ്മത്തിനെ ഏറ്റവും നല്ല രീതിയിൽ, ഏറ്റവും നല്ല മാർഗത്തിൽ വിട്ടേച്ചു പോയി. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, തറക്തു ഫീക്കും അംറൈൻ, രണ്ട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് വിട്ടേച്ചു പോകുന്നു. ലൻ തദില്ലു മാ തമസ്സക്തും ബിഹിമാ, അതിനെ രണ്ടിനെയും മുറുകെ പിടിക്കുന്ന പക്ഷം നിങ്ങൾ വഴിപിഴച്ചു പോകൂല. അതിനർത്ഥം അതിനെ മുറുകെ പിടിച്ചില്ല എങ്കിൽ വഴികേട് ഉറപ്പാണ്. അല്ലാഹു തആല പറഞ്ഞു, വമൻ യഅസില്ലാഹ വറസൂലഹു, അല്ലാഹുവിനെയും അവന്റെ റസൂലിനെയും ധിക്കരിക്കുന്ന, അവരുടെ കൽപ്പനയെ ധിക്കരിക്കുന്ന ആളുകൾ ഫഖദ് ളല്ല ളലാലൻ മുബീന, വ്യക്തമായ വഴികേടിലാണ് അവൻ ഉള്ളത് എന്ന് അല്ലാഹു തആല ഖുർആനിൽ നമ്മെ പഠിപ്പിക്കുന്നു. നമ്മൾ വഴികേടിലാണോ, നമ്മൾ നേർഗമാർഗത്തിലാണോ എന്ന് പരിശോധിക്കാനുള്ള ഏക മാർഗം അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനകൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പ്രാവർത്തികമാക്കുന്നുണ്ടോ? അള്ളാഹുവിന്റെ റസൂലിന്റെ വിലക്കുകൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ അത് എത്ര തന്നെ ബുദ്ധിമുട്ടുള്ളതാണെങ്കിലും ശരി, അത് എത്ര തന്നെ നമ്മെ ബാധിക്കുന്ന വിഷയമാണെങ്കിലും ശരി, അള്ളാഹുവിന്റെ റസൂലിനെയും ദീനിനെയും മുൻപന്തിയിൽ കാണാൻ നമുക്ക് സാധിക്കുന്നുണ്ട് എങ്കിൽ നമ്മുടെ സ്നേഹം യാഥാർത്ഥ്യമാണ്. നേരത്തെ പറഞ്ഞ 8 കൂട്ടം കാര്യങ്ങൾ, ആ കാര്യങ്ങൾക്ക് വേണ്ടി അള്ളാഹുവിന്റെയോ റസൂലിന്റെയോ കൽപ്പനയെ നമ്മൾ മാറ്റിവെക്കുന്നു എങ്കിൽ ആ ആയത്തിൽ പറഞ്ഞ ഫാസിഖിൽ നമ്മൾ പെട്ടുപോകും. അല്ലാഹു തആല മുസ്ലിം ഉമ്മത്തിനെ കാത്തുരക്ഷിക്കട്ടെ. നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, നമ്മുടെ മക്കൾക്ക് വേണ്ടി, നമ്മുടെ ഉപ്പക്ക് വേണ്ടി, നമ്മുടെ കച്ചവടത്തിന്റെ ലാഭത്തിന് വേണ്ടി, നമ്മുടെ വീടിന് വേണ്ടി, അല്ലെങ്കിൽ നമ്മുടെ സമ്പത്തിന് വേണ്ടി, ഏതെങ്കിലും ഒരു വിഷയത്തിന് വേണ്ടി അള്ളാഹുവിന്റെ റസൂലിന്റെ കൽപ്പനയെ അനുസരിക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ, അള്ളാഹു വിലക്കിയ കാര്യങ്ങളെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കാൻ നമുക്ക് ബുദ്ധിമുട്ടുണ്ട് എങ്കിൽ ഫതറബ്ബസൂ ഹത്താ യഅതി അല്ലാഹു ബിഅംരി, അള്ളാഹുവിന്റെ കൽപ്പന വരുന്നത് കാത്തിരിക്കുക, അള്ളാഹുവിന്റെ ശിക്ഷ വരുന്നത് കാത്തിരിക്കുക. വല്ലാഹു ലാ യഹ്ദിൽ ഖൗമൽ ഫാസിഖീൻ, അത്തരക്കാർക്ക് അല്ലാഹു തആല ഹിദായത്ത് നൽകൂല. നാം പരിശോധിക്കണം നമ്മുടെ ജീവിതത്തിന്റെ ഓരോ കാര്യത്തിലും. അങ്ങനെയാണ് അള്ളാഹുവിന്റെ റസൂലിനോടും അള്ളാഹുവോടുള്ള ഹുബ്ബ് നമ്മൾ കാണിക്കേണ്ടത്. നമ്മുടെ ഹുബ്ബ് നമ്മൾ കാണിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ അവരുടെ കൽപ്പനകൾ അനുസരിച്ചുകൊണ്ടാണ്, അള്ളാഹുവിന്റെയും റസൂലിന്റെയും വിലക്കുകൾ ജീവിതത്തിൽ ഒഴിവാക്കിക്കൊണ്ടാണ്. അങ്ങനെ ആയിരിക്കണം ഒരു മുഅ്മിൻ അവന്റെ ജീവിതത്തിൽ അള്ളാഹുവിനോട് റസൂലിനോടുള്ള ഹുബ്ബ് കാണിക്കേണ്ടത്. അല്ലാത്ത രീതിയിൽ ഹുബ്ബ് കാണിക്കുന്നത് ഇസ്ലാം പഠിപ്പിച്ച രീതിയല്ല, അള്ളാഹു റസൂലും കാണിച്ചു തന്ന രീതിയല്ല. നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത് അള്ളാഹുവിന്റെ റസൂലിൽ നിന്നും നേരിട്ട് ദീൻ പഠിച്ച ആളുകൾ കാണിച്ചു തന്ന രീതിയല്ല. അങ്ങനെ അവർ കാണിച്ചു തന്ന രീതിയിലാവണം അള്ളാഹുവിനോട് റസൂലിനോടുള്ള സ്നേഹം നമ്മൾ കാണിക്കേണ്ടത്. അതിന്റെ പേരിൽ, സ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടലുകൾ, മറ്റൊരുപാട് ആളുകൾക്ക് ബുദ്ധിമുട്ടാകുന്ന രീതിയിലുള്ള കാര്യങ്ങൾ, ദീനിൽ ഒരിക്കലും പഠിപ്പിക്കപ്പെടാത്ത, മറിച്ച് ദീൻ വിലക്കിയ കാര്യങ്ങൾ, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്നേഹത്തിന്റെ പേരിൽ കാട്ടിക്കൂട്ടൽ. അള്ളാഹു തആല മുസ്ലിം ഉമ്മത്തിന് ഹിദായത്ത് നൽകട്ടെ. നമ്മുടെ ദീൻ അള്ളാഹുവും റസൂലും പഠിപ്പിച്ച ദീനാണ്. അവിടുത്തെ സ്വഹാബത്ത് ജീവിതത്തിൽ കാണിച്ചു തന്ന ദീനാണ്. മുൻഗാമികൾ നമുക്ക് വളരെ സുരക്ഷിതമായി ഏൽപ്പിച്ച ദീനാണ്. മഹാനായ ഇമാം അബ്ദുല്ലാഹ് ഇബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, അൽ ഇസ്നാദു മിനദ്ദീൻ, സിൽസില എന്നത്, ഓരോ കാര്യങ്ങൾക്കും സനദ് അന്വേഷിക്കുക എന്നത്, അതിന്റെ കണ്ണി അന്വേഷിക്കുക എന്നുള്ളത് അത് ദീനിൽപ്പെട്ട കാര്യമാണ്. ലൗലൽ ഇസ്നാദു ലഖാല മൻ ശാഅ മാ ശാഅ, ഇസ്നാദ് ഇല്ലായിരുന്നുവെങ്കിൽ, അള്ളാഹുവിന്റെ റസൂലിലേക്ക് എത്തുന്ന കണ്ണി ഇല്ലായിരുന്നുവെങ്കിൽ ഓരോരുത്തരും അവർക്ക് ഇച്ഛയുള്ള കാര്യങ്ങൾ, അവർക്ക് ഇഷ്ടപ്പെട്ട കാര്യങ്ങൾ അവർ ദീനായി പറയുകയും സംസാരിക്കുകയും ചെയ്യുകയും ചെയ്യുമായിരുന്നു. നാം ഇന്ന് നമ്മളത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ദീനാണ് എന്ന് പറഞ്ഞ് അള്ളാഹുവിന്റെ റസൂൽ പഠിപ്പിക്കാത്ത, അള്ളാഹുവിന്റെ റസൂലിന്റെ സ്വഹാബത്ത് കാണിച്ചു നൽകിയിട്ടില്ലാത്ത, മുൻഗാമികൾക്ക് പരിചയമില്ലാത്ത പലതും അവർ ദീനിലേക്ക് കൂട്ടിച്ചേർത്തു.
അവർ ദീനാണെന്ന് പറഞ്ഞ് അവർ ജീവിതത്തിൽ ആഘോഷങ്ങളായിക്കൊണ്ട്, ആചാരങ്ങളായിക്കൊണ്ട്, അനുഷ്ഠാനങ്ങളായിക്കൊണ്ട് അവർ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവർക്ക് ലക്കും ദീനുക്കും വലിയ ദീൻ. നാം ആ ദീനിലേക്കില്ല. നമ്മുടെ ദീൻ അള്ളാഹുവിന്റെ റസൂൽ കാണിച്ചു തന്ന ദീനാണ്. ആ സ്വഹാബത്ത് നമുക്ക് ഏൽപ്പിച്ച ദീനാണ്. നമ്മുടെ മുൻഗാമികൾ അവരുടെ ജീവിതത്തിൽ അനുഷ്ഠിച്ച ദീനാണ് നമുക്കുള്ളത്. ആ ദീൻ നമ്മൾ അനുഷ്ഠിക്കുന്നു, ആ ദീൻ നമ്മൾ അനുസരിക്കുന്നു. ആ